തേൻചാത്തനും എരിവുമരുന്നും. പണ്ട് അങ്ങ് ദൂരെ 7 മലകൾക്കപ്പുറത്ത് മിപ്പി എന്നൊരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ ആർക്കും എരിവ് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എരിവുള്ളതൊന്നും അവർ മിപ്പിയിൽ നട്ടുവളർത്തിയിരുന്നില്ല. ആ നാട്ടിലായിരുന്നു തേൻചാത്തന്മാരുടെ താമസം. ഉറുമ്പിൻ്റെ അത്രയും കുഞ്ഞന്മാരാണ് തേൻചാത്തന്മാർ. പകലൊക്കെ അവർ കാട്ടിൽ പമ്മിയിരുന്ന് ഉറങ്ങും. രാത്രിയിൽ കൂട്ടത്തോടെ ഇറങ്ങും. എന്തിനെന്നോ? മധുരം കട്ടുതിന്നാൻ. തേനും പഴങ്ങളുമെല്ലാം തേൻചാത്തന്മാർ കട്ടുതിന്നും. പക്ഷേ അതാരും അറിഞ്ഞില്ലെന്ന് മാത്രം. കാരണം എന്തെന്നോ? കുഞ്ഞൻ ചാത്തന്മാരുടെ കുഞ്ഞുവയർ ഇത്തിരി തിന്നുമ്പോഴേ നിറയും. 10,000 ചാത്തന്മാർക്ക് തിന്നാൻ ഒരു മാമ്പഴം മതി. ഒരു മാവിലെ ഒരു മാമ്പഴം പോയാൽ ആരറിയാൻ? മക്കളെ, ആരുമറിയാതെ തിന്നുന്നത് കൊണ്ടാണ് നമ്മളെ ആരും ഉപദ്രവിക്കാത്തത്. ഒരു കാലത്തും നമ്മൾ മനുഷ്യരുടെ കണ്ണിൽ പെടരുത്. ചാത്തന്മാരുടെ കൂട്ടത്തിലെ അപ്പൂപ്പൻ ഓർമ്മിപ്പിക്കാറുണ്ട്. എല്ലാവരും അതനുസരിച്ചു. തേൻചാത്തന്മാർ ഒരിക്കലും പകൽ തീറ്റ തേടി ഇറങ്ങിയില്ല. രാത്രിയിൽ മാത്രം ഇറങ്ങി മധുരം തിന്നും. നേരം പുലരും മുൻപ് മടങ്ങും. വികൃതിയായ തേൻചാത്തനാണ് ഗുഗുട്ടു. ആര് പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. ഒരു രാത്രി എല്ലാ ചാത്തന്മാരും കൂടി തീറ്റ തേടി ഇറങ്ങി. വലിയൊരു മാവിൽ കയറി അവർ മാമ്പഴം തിന്നാൻ തുടങ്ങി. വയറു നിറയെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ചാത്തൻ പറഞ്ഞു, പുലരാറായി, നമുക്ക് തിരിച്ചു പോകാം. ഇല്ല, ഞാൻ ഇത്തിരി കഴിഞ്ഞേ വരുന്നുള്ളൂ, നിങ്ങൾ പോയിക്കോളൂ, ഗുഗുട്ടു പറഞ്ഞു. കൂട്ടുകാർ എത്ര വിളിച്ചിട്ടും ഗുഗുട്ടു പോയില്ല. അവൻ ഒറ്റയ്ക്ക് മാമ്പഴം തിന്നുകൊണ്ടിരുന്നു. ഒടുവിൽ മാമ്പഴത്തിൽ തന്നെ ഇരുന്ന് ഗുഗുട്ടു ഉറങ്ങിപ്പോയി. കാറ്റിൽ ആ മാമ്പഴം നിലത്ത് വീണത് പോലും ഗുഗുട്ടു അറിഞ്ഞില്ല. മിഹായ് എന്ന കൃഷിക്കാരൻ്റെ മാവായിരുന്നു അത്. മുറ്റത്ത് വീണ മാമ്പഴം മിഹായ് തിന്നു. ഇത്തിരിയുള്ള ഗുഗുട്ടുവിനെ ആര് കാണാൻ? മാമ്പഴത്തിനൊപ്പം മിഹായ് ഗുഗുട്ടുവിനെയും വിഴുങ്ങി. ഇത്തിരി നേരം കഴിഞ്ഞ് ഗുഗുട്ടു ഞെട്ടി ഉണർന്നു. അമ്മേ, ആകെ ഇരുട്ട്. എവിടെയാണെന്ന് അവന് ഒരു പിടിയും കിട്ടിയില്ല. ഗുഗുട്ടു മിഹായിയുടെ വയറിൻ്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു കയറാൻ തുടങ്ങി. അതോടെ മിഹായിക്ക് ഇക്കിളിയായി. ഹി ഹി ഹി. മിഹായ് രാവിലെ മാവിൻ്റെ ചൂട്ടിൽ നിന്ന് ചിരിക്കുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി. മിഹായിക്ക് ചിരി നിർത്താനേ പറ്റുന്നില്ല. ഗുഗുട്ടു ചാത്തൻ വയറ്റിൽ കിടന്ന് ഇക്കിളിയിടുകയല്ലേ. ചിരിച്ച് ചിരിച്ച് മിഹായ് തളർന്നു. നാട്ടുകാർ അയാളെ മാഷി അമ്മൂമ്മയുടെ അടുത്ത് എത്തിച്ചു. ആ നാട്ടിൽ രോഗം വന്നാൽ ചികിത്സിക്കുന്നത് അമ്മൂമ്മയാണ്. അമ്മൂമ്മ മിഹായിയുടെ വയറ്റിൽ ചെവി ചേർത്ത് ശ്രദ്ധിച്ചു. അകത്താരോ ഉണ്ട്, അമ്മൂമ്മ പറഞ്ഞു. പക്ഷേ അകത്ത് കയറിയ ആളെ എങ്ങനെ പുറത്തെത്തിക്കും? ആഹാ, വഴിയുണ്ട്. അമ്മൂമ്മ വീടിൻ്റെ പിന്നിലേക്ക് പോയി. അവിടെ അതാ ഒരു മുളക് ചെടി നിറയെ കായ്ച്ചു നിൽക്കുന്നു. ആ നാട്ടുകാർ ആദ്യമായാണ് മുളക് കാണുന്നത്. ഞാനിത് ആരുമറിയാതെ വളർത്തിയതാണ്. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഇത് ആവശ്യം വരുമെന്ന്. അതും പറഞ്ഞ് അമ്മൂമ്മ പഴുത്തു ചുവന്നൊരു മുളക് മിഹായിക്ക് തിന്നാൻ കൊടുത്തു. മുളക് തിന്നതും ഗുഗുട്ടു ചാത്തൻ അലറിക്കൊണ്ട് മിഹായിയുടെ വായിലൂടെ പുറത്തേക്ക് ചാടി ഓടിപ്പോയി. പേടിക്കേണ്ട, ഒരു പാവം തേൻചാത്തനാണത്, അമ്മൂമ്മ പറഞ്ഞു. ഇന്നും മിപ്പിയിലെ നാട്ടുകാർ മധുരമുള്ളത് എന്ത് കഴിച്ചാലും തൊട്ടു പിന്നാലെ ഇത്തിരി എരിവ് തൊട്ട് നാക്കിൽ വയ്ക്കും. എന്തിനെന്നോ? വല്ല തേൻചാത്തനും വയറ്റിൽ പോയിട്ടുണ്ടെങ്കിലോ.